നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉപയോഗ്യമാക്കിയ ഷീറ്റ് ടോയ്ലറ്റിൽ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം, കൂട്ട് തകർക്കുകയും ടാപ്പുകൾ മുഴുവൻ തുറന്നുവിടുകയും ചെയ്ത നിലയിൽ പോലീസിൽ പരാതി നൽകാനൊരുങ്ങി നഗരസഭ. നഗരസഭയിലെ ഭരണസ്തംഭനത്തിന് കാരണം ചെയർപേഴ്സന്റെ ധാർഷ്ട്യം. CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. നഗരസഭ ഭരണസമിതി നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് വൈസ് ചെയർപേഴ്സൺ മോശമായി സംസാരിച്ചതായി പരാതി. P. രജിതയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന് പരാതി നൽകിയത്. കോൺഗ്രസ് അധികാരത്തിലുള്ള ഘട്ടങ്ങളിൽ വനിതാ കൗൺസിലർമാർക്ക് പിന്തുണ ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് CPIM. മൂവാറ്റുപുഴ നഗരസഭയിലെ അങ്കണവാടികളിൽ പ്രവേശനോത്സവം. സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകിയാണ് പ്രവേശനം നേടിയ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത്. പ്രായം കുറഞ്ഞ ആങ്കർ അച്ചീവർ അവാർഡ് വാഴക്കുളം സ്വദേശി കെവിൻ ആന്റണി ജോഷിക്ക്. അവാർഡ് നേടിയ സംസ്ഥാനത്തെ ആദ്യ ആങ്കർ എന്ന ബഹുമതിയും 18-കാരൻ കരസ്ഥമാക്കി. എറണാകുളത്ത് നടന്ന മിസ്റ്റർ കേരള ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയിൽ കെവിൻ ആന്റണി 12 മണിക്കൂർ ആങ്കറിംഗ് നടത്തിയിരുന്നു. വാർത്തകൾ വിശദമായി. വർഷങ്ങളായി അടഞ്ഞുകിടന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ ഷീറ്റ് ടോയ്ലറ്റ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉപയോഗ്യമാക്കി തുറന്നു നൽകിയതിന് പിന്നാലെ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം. തകരാറുകൾ പരിഹരിച്ച് തുറന്നു നൽകിയ ഷീറ്റ് ടോയ്ലറ്റിന്റെ പൂട്ട് തകർക്കുകയും ടാപ്പുകൾ മുഴുവൻ തുറന്നുവിടുകയും ചെയ്ത നിലയിലാണ്. വർഷങ്ങളായി അടഞ്ഞുകിടന്ന മൂവാറ്റുപുഴ നഗരത്തിലെ ഷീറ്റ് ടോയ്ലറ്റ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉപയോഗ്യമാക്കിയതിന് പിന്നാലെ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം. പെയിന്റ് ചെയ്ത തകരാറുകൾ പരിഹരിച്ച് പൂർണ്ണമായും ശുചീകരിച്ച് കഴിഞ്ഞ ദിവസം തുറന്നു നൽകിയ ഷീറ്റ് ടോയ്ലറ്റ് ആണ് ഇന്നലെ രാത്രി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. ഷീറ്റ് ടോയ്ലറ്റിന്റെ പൂട്ട് തകർക്കുകയും ടാപ്പുകൾ മുഴുവൻ തുറന്നുവിടുകയും ചെയ്ത നിലയിലാണ്. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ആശ്വാസമായി വർഷങ്ങൾക്ക് മുൻപ് നെഹ്റു പാർക്കിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഷീറ്റ് ടോയ്ലറ്റ് അടഞ്ഞുകിടക്കുകയായിരുന്നു. തുടർന്ന് പ്രതിഷേധം ശക്തമാവുകയും മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയ ഷീറ്റ് ടോയ്ലറ്റ് നഗരസഭ തുറന്നു നൽകിയത്. എന്നാൽ ഉപയോഗ്യമാക്കിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് സാമൂഹിക വിരുദ്ധരുടെ ശല്യം. പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയിലെ ഭരണസ്തംഭനത്തിന് കാരണം നഗരസഭാ ചെയർപേഴ്സന്റെ ധാർഷ്ട്യവും ഏകാധിപത്യവുമാണെന്ന് CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. നഗരസഭാ ഭരണസമിതി നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. മൂവാറ്റുപുഴ നഗരസഭയിലെ ഭരണസ്തംഭനത്തിന് കാരണം നഗരസഭാ ചെയർപേഴ്സന്റെ ധാർഷ്ട്യവും ഏകാധിപത്യവുമാണെന്ന് CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ആരോപിച്ചു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാത്തതിനാണ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ ചെയർപേഴ്സൺ തയ്യാറായതെന്നും ഇതിനായി കൗൺസിൽ പ്രമേയം കൊണ്ടുവന്ന് ചർച്ച നടത്താതെ UDF പാസാക്കുകയായിരുന്നുവെന്നും CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു പറഞ്ഞു. നമ്മൾ ഈ വിഷയം അന്വേഷിക്കുമ്പോൾ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉൾപ്പെടെ ഭരണസമിതിയുടെ ഇഷ്ടത്തിന് അനുകൂലമായ കാര്യങ്ങൾ നടത്തുന്നതിന് കൂട്ടുപിടിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് മുനിസിപ്പൽ സെക്രട്ടറിയെ നിരന്തരമായി ഹരാസ് ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്നാണ് മുനിസിപ്പൽ സെക്രട്ടറി ദീർഘകാലം ലീവ് എടുത്തു പോയത്. മുനിസിപ്പാലിറ്റിയിൽ ഒഴിവ് വരുന്ന പ്രധാനപ്പെട്ട ഒഴിവുകളൊക്കെ തന്നെ അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി കൊടുക്കേണ്ട വേക്കൻസികൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് അതിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നതൊക്കെ തന്നെയാണ് മുനിസിപ്പാലിറ്റിയുടെയും ചെയർപേഴ്സൻ്റെയും നിലപാട്. ഇതിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് മുനിസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റ്. ഇതിപ്പോൾ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഒരു അവിശ്വാസ പ്രമേയം വയ്ക്കുകയാണ്. ആ അവിശ്വാസ പ്രമേയം വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പോലും പ്രതിപക്ഷത്തെ അനുവദിക്കാത്ത സമീപനമാണ് ഭരണസമിതി അംഗങ്ങൾ എടുക്കുന്ന നിലപാടെടുക്കുന്നത്. ചെയർപേഴ്സന്റെയും ചില സ്ഥിരം സമിതി അധ്യക്ഷരുടെയും ഭീഷണിപ്പെടുത്തൽ മൂലം കോൺഗ്രസ് അനുകൂല സംഘടനാ ജീവനക്കാർ വരെ സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ചിലർ ദീർഘകാലത്തേക്ക് അവധിയിലുമാണ്. ഇതുമൂലം നഗരസഭ ഭരണസ്തംഭനത്തിലാണെന്നും അനീഷ മാത്യു പറഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മഴക്കാലപൂർവ്വ ശുദ്ധീകരണം നടത്തണം, വഴിവിളക്കുകൾ, റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട നഗരസഭ കൗൺസിൽ യോഗം മാത്രം ചേർന്ന് കാര്യങ്ങളെല്ലാം രേഖയിൽ മാത്രമാക്കി അവസാനിപ്പിച്ച് പോകുന്ന സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. അത് സ്റ്റേറ്റ് ഭരണത്തിൻ്റെയും മുനിസിപ്പൽ ഭരണത്തിൻ്റെയും ചുവട് പിടിച്ച് എന്ത് തോന്നിയവാസവും മുനിസിപ്പാലിറ്റിയിൽ കാട്ടിക്കൂട്ടാം എന്നുള്ള സമീപനം ശരിയല്ല. നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, സ്റ്റീൽ ലോഡ്ജ്, മുനിസിപ്പൽ പാർക്ക്, അതുപോലെ തന്നെ റോഡുകൾ, അറ്റകുറ്റപ്പണികൾ തീർക്കേണ്ട മറ്റ് നമ്മുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള മഴക്കാലപൂർവ്വ ശുദ്ധീകരണം
ഇത്തരത്തിലുള്ള ഒരു വർക്കുകളും നടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥർ, ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ലോങ് ലീവ് എടുത്ത് പോയേക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് അറുതി വരുത്താൻ മുനിസിപ്പൽ ഭരണാധികാരികൾ വേണ്ട നിലപാടെടുത്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് LDFന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. നഗരസഭാ ഭരണസമിതി നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അനീഷ മാത്യു കൂട്ടിച്ചേർത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് മോശമായി സംസാരിച്ചതായി പരാതി. നഗരസഭയിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള ഘട്ടങ്ങളിൽ വനിതാ കൗൺസിലർമാർക്ക് പിന്തുണ ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് CPM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് മോശമായി സംസാരിച്ചതായി പരാതി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രജിതയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന് പരാതി നൽകിയത്. മൂവാറ്റുപുഴ നഗരസഭയിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള ഘട്ടങ്ങളിൽ വനിതാ കൗൺസിലർമാർക്ക് പിന്തുണ ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. കോൺഗ്രസിന്റെ തന്നെ വനിതാ കൗൺസിലർമാരെ നിരന്തരമായി ചീത്ത വിളിക്കുകയും അശ്ലീലമായി സംസാരിക്കുകയും സമരം നടത്തുകയും സമരം ഒത്തുതീർക്കുന്ന ഭരണസമിതിയായി മൂവാറ്റുപുഴ നഗരസഭ മാറിയെന്നും CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ വനിതാ കൗൺസിലർമാർക്ക് ഒരിക്കലും ഒരു സപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. അവിടെ കോൺഗ്രസിൻ്റെ തന്നെ വനിതാ കൗൺസിലർമാരായിട്ടുള്ള ആളുകളെ നിരന്തരമായി ചീത്ത വിളിക്കുക, അശ്ലീല വർത്തമാനങ്ങൾ പറയുക, അതിനെ തുടർന്ന് സമരം നടത്തുക, ആ വിഷയങ്ങൾ ഒത്തുതീർക്കുന്ന ഭരണസമിതിയായി മുനിസിപ്പൽ ഭരണസമിതി മാറുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനല്ലേ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീമതി രജിത ഒരു പരാതി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റിന് കൊടുത്തിരിക്കുകയാണ്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ വളരെ മോശമായ രീതിയിൽ വർത്തമാനം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതിനു മുമ്പ് ആ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ഭരണത്തിൽ ലൈല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ ഒരു മുനിസിപ്പൽ കൗൺസിലർ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ വന്നിരുന്ന് കുത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ, ഒരു മാന്യതയും പാലിക്കാതെ ഇത്തരത്തിൽ തോന്നിവാസങ്ങൾ കാണിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗം വിളിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള സംഭവം, ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ കൗൺസിൽ അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ചീത്ത പറഞ്ഞത് രമ്യമായി പരിഹരിക്കണം എന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ച് അതിൻ്റെ മിനിറ്റ്സിൻ്റെ കോപ്പി വരെ പുറത്തേക്ക് വരികയാണ്. എന്ത് അവസ്ഥയാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിൽ നടക്കുന്ന പ്രവർത്തികൾക്കെതിരായി ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ വിഷയങ്ങൾ എന്തും നടക്കട്ടെ, പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങൾക്ക് ഒരറുതി വരുത്തിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരു നിയന്ത്രണവുമില്ലാതെ മാന്യതയും പാലിക്കാതെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നഗരസഭാ ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും അനീഷ മാത്യു കൂട്ടിച്ചേർത്തു. മൂവാറ്റുപുഴ നഗരസഭയിലെ ശാന്തിനഗർ വാർഡ് 22 നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലറും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ P. രജിത കുട്ടികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയിലെ ശാന്തിനഗർ വാർഡ് 22 നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതുതായി അങ്കണവാടിയിൽ പ്രവേശനം നേടിയ കുഞ്ഞുങ്ങളെ സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. വാർഡ് കൗൺസിലറും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ P. രജിത കുട്ടികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്തു. ഇന്ന് പ്രവേശനോത്സവമായി അവർക്കതിനൊരു ഗ്രാജുവേഷന് തുല്യമായ സർട്ടിഫിക്കേഷൻസായി വളരെ വിപുലമായി ഓരോ ചുവടുവയ്പ്പുകളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടം ഘട്ടമായി ആഘോഷിച്ചു പോകുന്ന ഒരു കാലമാണ്. അംഗൻവാടി മുതൽ പ്രീ നഴ്സറി മുതൽ എല്ലാ അഡ്മിഷനുകളും അവരുടെ ഗ്രാജുവേഷനുകളും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട്, അത് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈവൻ നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിന് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ നമ്മൾ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കളിക്കൊപ്പം തന്നെ പഠനത്തിൻ്റെ ബാലപാഠങ്ങളും കൂടെ പഠിപ്പിച്ചു കൊടുത്ത് അവർക്കതൊരു വളരെ നല്ല ഒരു അനുഭവമാക്കി മാറ്റാനുള്ള എല്ലാ ചുവടുവയ്പ്പുകളും നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഇന്ന് ഇവിടുന്ന് നമ്മുടെ അംഗൻവാടി പഠനം പൂർത്തിയാക്കി ഇവിടുന്ന് പോകുന്ന എല്ലാ കുട്ടികൾക്കും മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
അംഗൻവാടി പഠനകാലം പൂർത്തിയാക്കി സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി അവരുടെ പുതിയ വിദ്യാഭ്യാസ യാത്രയ്ക്ക് ആശംസകളും നേർന്നു. ചടങ്ങിൽ ALMC അംഗം ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത് ആശംസാ സന്ദേശം നൽകി. ആശാ വർക്കർ, CDS അംഗങ്ങൾ, ALMC അംഗങ്ങൾ, കുട്ടികളുടെ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭ 4-ാം വാർഡിലെ 23-ാം നമ്പർ അങ്കണവാടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. വാർഡ് കൗൺസിലർ G. മനോജ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ 4-ാം വാർഡിലെ 23-ാം നമ്പർ അങ്കണവാടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. വാർഡ് കൗൺസിലർ G. മനോജ് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം അങ്കണവാടി പ്രവേശനോത്സവവും നടത്തപ്പെട്ടു. മുൻ കൗൺസിലർ ആശ അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രജിത, കൗൺസിലർ രാജശ്രീ രാജു, ICDS സൂപ്പർവൈസർ ലക്ഷ്മി S, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ മനോജ് TK, ചന്ദ്രശേഖരൻ നായർ, ബാബു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളും അമ്മമാരും വാർഡ് നിവാസികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. മൂവാറ്റുപുഴ നഗരസഭ 18-ാം വാർഡ് 4-ാം നമ്പർ പേട്ട അങ്കണവാടിയിൽ 2026 വർഷത്തേക്കുള്ള പ്രവേശനോത്സവം നടത്തി. ആദ്യമായി എത്തിയ കുഞ്ഞുങ്ങളെ സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. മൂവാറ്റുപുഴ നഗരസഭ 18-ാം വാർഡ് 4-ാം നമ്പർ പേട്ട അങ്കണവാടിയിൽ 2026 വർഷത്തേക്കുള്ള പ്രവേശനോത്സവം നടത്തി. വാർഡ് കൗൺസിലർ ഷബീന T. ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി എത്തിയ കുഞ്ഞുങ്ങളെ സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ജേതാവും പേട്ട വാർഡിലെ അംഗവുമായ മധു നീലകണ്ഠൻ അങ്കണവാടി കുട്ടികൾക്ക് ആശംസകൾ അർപ്പിക്കുകയും പഠനം പൂർത്തിയാക്കി പോകുന്ന കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. അങ്കണവാടി പ്രവേശനോത്സവ ചടങ്ങിൽ 2026 SSLC, +2 പരീക്ഷകളിൽ വിജയിച്ചവരെ മൊമന്റോ നൽകി ആദരിച്ചു. റിട്ടയർഡ് അങ്കണവാടി അധ്യാപിക സുമതി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പേട്ട അങ്കണവാടി ഹെൽപ്പർ സതി PA, പേട്ട റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അർഷ് PH, സെക്രട്ടറി നിഷാദ് KM, തെക്കൻകോട് റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ ഷാഹുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കായികവേദിയിൽ ആങ്കർ ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആങ്കർക്കുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ അവാർഡ് വാടിക്കുളം കദളിക്കാട് വടക്കുംപറമ്പിൽ കെവിൻ ആന്റണി ജോഷിക്ക്. അവാർഡ് നേടിയ സംസ്ഥാനത്തെ ആദ്യ ആങ്കർ എന്ന ബഹുമതിയും 18-കാരൻ കരസ്ഥമാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളത്ത് നടന്ന മിസ്റ്റർ കേരള ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയിൽ കെവിൻ ആന്റണി 12 മണിക്കൂർ ആങ്കറിംഗ് നടത്തിയിരുന്നു. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള ചാമ്പ്യൻഷിപ്പിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അയച്ചു നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. സീനിയർ ഹെഡ് ആംഡ് ഗാർഡ് വത്സൻ വർഗീസിന് ഹൃദ്യമായ യാത്രയയപ്പ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ ബ്രാഞ്ചിൽ ചടങ്ങ് സംഘടിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ ബ്രാഞ്ചിലെ സീനിയർ ഹെഡ് ആംഡ് ഗാർഡ് വത്സൻ വർഗീസിന് സഹപ്രവർത്തകർ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ചീഫ് മാനേജർ ദീപക് G. അധ്യക്ഷത വഹിച്ചു. പെരുമാറ്റത്തിൽ എപ്പോഴും പ്രസന്നത കാണും. അതുകൂടാതെ തന്നെ പ്രവർത്തനത്തിലെ കാര്യക്ഷമത, അത് നമ്മളെ എപ്പോഴും പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ ഇതിനിടയ്ക്ക് റീജിയണൽ ഓഫീസിൽ നിന്ന് കോൾ വരും, ഒരാളെ ഇവിടുന്ന് വേറെ ബ്രാഞ്ചിലോട്ട് അത്യാവശ്യം വിടണം, അങ്ങനത്തെ കാര്യങ്ങൾ. അതിലെല്ലാം അദ്ദേഹം ആ ഡ്യൂട്ടി എല്ലാം കൃത്യമായി മാനേജ് ചെയ്ത്, അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആർമിയിലെ പ്രവർത്തനം കൊണ്ടായിരിക്കാം. അത് നമ്മളെപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഓരോ എക്സ് സർവീസ്മാനിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ. ഞാനിപ്പോൾ പല ബ്രാഞ്ചുകളിലും വർക്ക് ചെയ്ത് പല എക്സ് സർവീസ്മാൻമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ക്വാളിറ്റി അതർ ദാൻ നോർമൽ പേഴ്സൺ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വത്സൻ സാറിലും പൊതുവെ ദേശക്കാരാണെന്ന് തോന്നുമെങ്കിലും ഈ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ആ 8 ആംഡ് ഗാർഡ്സ് ഉണ്ട്, അവരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ദീർഘകാലം ബാങ്കിന്റെ സുരക്ഷാ വിഭാഗത്തിൽ അദ്ദേഹം നൽകിയ സേവനങ്ങളെ ചടങ്ങിൽ സഹപ്രവർത്തകർ സ്മരിച്ചു. റീജിയണൽ ബിസിനസ് ഓഫീസ് HR മാനേജർ രമ്യ PR മുഖ്യാതിഥിയായിരുന്നു. SBI പെൻഷനേഴ്സ് അസോസിയേഷൻ കൺവീനർ ജോയി K. മാത്യു, യൂണിയൻ റെപ്രസെന്റേറ്റീവ് സുർജി M. തരകൻ, SBSU റീജിയണൽ സെക്രട്ടറി ഹരിദാസ്, സീനിയർ ഹെഡ് ആംഡ് ഗാർഡ് ചന്ദ്രസേനൻ ET, ശശി MA എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് ജീവനക്കാരുടെയും വിവിധ സംഘടനകളുടെയും വകയായി ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. മറുപടി പ്രസംഗത്തിൽ വത്സൻ വർഗീസ് തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും സഹപ്രവർത്തകർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. പായിപ്പട പഞ്ചായത്തിലെ മുളവൂരിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം.
5-ാം വാർഡിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുലൈഖ മക്കാർ നിർവഹിച്ചു. വാർഡ് മെമ്പർ ബിസ്മി സലാം അധ്യക്ഷത വഹിച്ചു. 5-ാം വാർഡിലെ മുളവൂർ, പള്ളിപ്പടി, കുറ്റിക്കാട്ട്, ചാലിപ്പടി റോഡിലെ ഓടയുടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഈ വർഷത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെടും. പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന കുരുന്നുകളെ വരവേൽക്കുന്നതിനായുള്ള ജില്ലാതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ജില്ലാ കളക്ടർ G പ്രിയങ്ക എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ചടങ്ങിൽ മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. വാഴപ്പള്ളി കുന്നമ്പിളിൽ ജോയി ഭവനിൽ ജോയി വർഗീസിന്റെ ഭാര്യ അന്നമ്മ 79 നിര്യാതയായി. സംസ്കാരം നടത്തി പരേത തൃക്കളത്തോൾ കടമ്പകാട്ട് കുടുംബാംഗമാണ്. മക്കൾ ഡോക്ടർ ബിജു ജോയി, ബിനു ജോയി, മരുമക്കൾ ഡോക്ടർ ലിൻസി, ആശ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.